സാറ് പറഞ്ഞതുപോലെ പാർട്ടിക്കകത്തിന് ഈ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചിട്ട് അദ്ദേഹം പടിയിറങ്ങുള്ളൂ എന്ന് പറയുമ്പോൾ ഇതിനെ മുച്ചു ഇവിടെയാന്ന് ചേർക്കാൻ അച്ഛൻ പാണ്ഡ്യാലോ പോലെ പറഞ്ഞ സാധനം ഇവൻ ഈ പാർട്ടിന്റെ ഉദകക്രിയ ഞാൻ പല തവണയായിട്ട് ഇതിനകത്ത് പറഞ്ഞ എല്ലാ ചാനലും ഞാൻ പറയുന്ന ഇതിൽ ഇന്നെ അച്ഛൻ്റെ പിന്നെ ഡെത്ത് ആനിവേഴ്സറിയാ 26ാം വാർഷിക ദിനമായിരുന്നു. പാണ്ഡ്യാലോ പോലെ പറഞ്ഞാണ് ഇയാൾ പാർട്ടി സെക്രട്ടറി ആയി ചുമതലയെടുക്കുന്നതിന് അന്ന് ഞാൻ എന്റെ അച്ഛനെ വിളിച്ചു പറഞ്ഞപ്പോ അന്ന് അച്ഛൻ പറഞ്ഞതാണ് ഇവൻ ഉപയോഗിച്ച ഓൻ ഈ പാർട്ടിന്റെ ഉദകക്രിയ നടത്തും, അയാളുടെ കഥയും കഴിക്കും, അയാളെ വിശ്വസിച്ചുമായിരുന്നു. ഇതാണ് പിന്നീട് സംഭവിച്ചത്. അതാണ് സംഭവിച്ചത്. അപ്പൊ ഞാൻ പറയുന്നത് അച്ഛൻ പറഞ്ഞതിന്റെ മഹത്വമല്ല ഞാൻ പറയുന്നത്. പകരം എന്താന്ന് പറഞ്ഞാല് ഇത് മാത്രമേ ഇയാളെ കൊണ്ട് ആവുകയുള്ളൂ എന്ന് പറഞ്ഞു. നിങ്ങളൊന്ന് ആലോചിക്കാൻ എത്ര ഗാംഭീര്യമുള്ള ഒരു പാർട്ടിയാണ് ഇയാൾ. ഞാൻ വലിയ കരുത്തനാണെന്ന് പറഞ്ഞ കളവും പറഞ്ഞ് നാട്ടിൽ മുഴുവൻ തന്നെ കംപ്ലീറ്റ് അരാജകത്വം ഉണ്ടാക്കി വെച്ചു. അതോടൊപ്പം തന്നെ കളവ് പറയുന്ന രീതി ഉണ്ടാക്കി വെച്ചു. പക്ഷപാതത്തിന്റെ കൊടുമുടി താണ്ടി ഇയാള് എല്ലാവിധ അസംബന്ധങ്ങളും ആഭിചാരങ്ങളും ഈ പാർട്ടിയുടെ വൗച്ചറിലാണ് ഇയാൾ മുറിച്ചു വെച്ചത്. തീർച്ചയായിട്ടും പാണ്ഡ്യാല ഗോപാലൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അന്ന് നടത്തിയ ദീർഘദൃഷ്ടി എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന് മാത്രമല്ല പാർട്ടിയുടെ തന്നെ ഉദകക്രിയ നടത്തി. പാർട്ടിന്റെ അതങ്ങനെയാണ് ഇവൻ ഈ പാർട്ടിന്റെ ഉദകക്രിയ അച്ഛൻ ഉപയോഗിച്ച ഇവൻ ഈ പാർട്ടിന്റെ ഉദകക്രിയ നടത്തും കേട്ടോ. ഇപ്പോഴും എന്റെ ചെവിയിൽ ആ സാധനം ഉണ്ട്. അപ്പൊ ഇതാണ് ഫലത്തിൽ സംഭവിക്കുന്നത്. അപ്പൊ സംഗതി അതിനകത്ത് മാത്രമേ ഉള്ളൂ. ഇതുപോലുള്ള ഒട്ടനവധി സാധനങ്ങൾ ഇനിയും ഈ പറയുന്ന പിന്നെ ബന്ധപ്പെട്ട ഒരുപാട് സാധനങ്ങൾ ഇനിയും വന്നുകൊണ്ടേയിരിക്കും. കാരണം ഇവരിത് മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യം. ഞാനിപ്പോ എനിക്ക് ഭയങ്കര അത്ഭുതത്തോടെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ആലോചിക്കും. എപ്പോഴെങ്കിലും ഏതൊക്കെ ഒരു ഘട്ടത്തിൽ ഈ പാണ്ഡ്യാല മുക്കിൽ നിന്ന് ഓലയമ്പലം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രധാനപ്പെട്ട ടൗണാണ്. ആ ഓലയമ്പലം നടന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്ന സങ്കല്പിക്കുന്നു. എന്താണ് വാസ്തവത്തിൽ ഈ പറയുന്ന ഇവരെ കുറിച്ച് പബ്ലിക് എന്താണ് പറയുക? ശരിക്ക് എന്താ പറയുക? ഇത്ര നാണമില്ലാത്ത ഒരു അവസ്ഥയിൽ ഇപ്പൊ ഉണ്ടാകുന്ന ഒരു സെൽഫ് പ്രൂവിൻഡ് ആയി പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കണം. ഇത് എന്തൊരാവശ്യത്തിനാണ്? അതിനകത്ത് ഈ പറയുന്ന മറ്റേ ഇയാളുടെ ഇവരുടെ ഭർത്താവായിരിക്കുന്ന ഇവരുടെ മുഹമ്മദ് റിയാസ് പറയുന്ന സാധനമുണ്ട്, ബിസിനസ് എന്താ നടത്തിക്കൂടെ എന്ന്. അതിന് പറയുന്ന ന്യായം എന്താണെന്നറിയോ? നിങ്ങൾക്ക് എന്ത് വരുമാനമുണ്ട്? ഒരു ബിസിനസ് നടത്താൻ മാത്രമാണ് എന്ത് വരുമാനമാണ് നിങ്ങൾക്കുള്ളത്? എന്ത് വരുമാനം എടുത്തുള്ളത്? എന്തെങ്കിലും ഉണ്ടാ? ഇതിനെ അദ്ദേഹം പത്രങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു വാദം എന്താണെന്ന് പറഞ്ഞാൽ അവർ ബിടെക് കഴിഞ്ഞിരിക്കുന്ന പ്രഗത്ഭയായ ഒരു ഉദ്യോഗസ്ഥയാണ് എന്ന്. പിന്നെ ഇതിന്റെ പ്രാഗൽഭ്യം പറഞ്ഞാൽ അതിലും വഷള, അതുകൊണ്ട് അത് പറയുന്നതും ശരിയല്ല. എങ്ങനെയാണ് അഡ്മിഷൻ ഒപ്പിച്ചെടുത്തതെന്നുള്ളത് അതെ ബെർലിൻ കുഞ്ഞൻ നായരുടെ ഒളിക്യാമറകൾ പറയാത്തതെന്ന് പറയുന്നത് സത്യസന്ധമായ സാധനമാണ്. കിടക്കുന്ന ഒരു സാധനം പ്രാഗൽഭ്യം കൊണ്ടാണ് കൃത്യമായിട്ട് സീറ്റ് കിട്ടാണ്ട് മാനേജ്മെന്റ് കോട്ടയിൽ പോയി കാല് പിടിക്കേണ്ടി വന്നത്. അതൊരു ഭാഗത്ത് കിടക്കുന്നു. പിന്നെ അതൊരു ഭാഗത്ത് പിന്നെ അതിനേക്കാൾ പ്രധാനമായിട്ട് വരുന്നത് ഈ മുഹമ്മദ് റിയാസ് പറയുന്നതായി പത്രത്തിൽ വന്നിരിക്കുന്ന വാർത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇവരുടെ ഉപദേശങ്ങൾ, അതായത് ഒരു പ്രോജക്ട് തയ്യാറാക്കുമ്പോൾ ഇവർ കൊടുക്കുന്ന ഡയറക്ഷൻസ്, അതിന് വാങ്ങുന്ന ഫീസ് എത്രയാണ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ പ്രോജക്റ്റുകളും തയ്യാറാക്കി കൊടുക്കാൻ മാത്രം പ്രാഗൽഭ്യം ഇതിനകത്ത് ഉണ്ട് എന്നാണ് മുഹമ്മദ് റിയാസ് പറഞ്ഞതായി പത്രങ്ങളിൽ വാർത്ത വന്നത്. നമുക്കറിയില്ല. പ്രാഗൽഭ്യത്തിന്റെ കാര്യത്തിൽ എനിക്ക് കുറച്ച് സംശയം ആദ്യം ഉണ്ടായിരുന്നു സർ. പക്ഷെ ഇപ്പൊ മനസ്സിലാവുന്ന ഒരു കാര്യം, വ്യാജ സിം കാർഡ് ഉപയോഗിച്ച് വൈഫൈ റൂട്ടർ ഒക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ഇത്രയും കളവ് നടത്താന്നുണ്ടെങ്കിൽ കാഞ്ഞ ബുദ്ധി തന്നെയാണത്. കാഞ്ഞ ബുദ്ധിയാണ്. അതിൻ്റെ അത് വരുന്ന സാധനം അതാണ് ഇക്കണോമിക് ഡ്രൗട്ട് ഉണ്ടാക്കുന്നു മാത്രമല്ല സ്വന്തം സംസ്ഥാനത്തിനകത്തെ വലിയ തോതിൽ ആഭ്യന്തര സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കാനുള്ള ഗൂഢാലോചന നടത്തിയതിന്റെ പേരിൽ ഇവരുടെ പേരിൽ വേറെ കേസ് വരേണ്ടതാണ്. അതെ, കേന്ദ്ര ഏജൻസികളെ പോലും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് ഈ ഹവാല ഇടപാടുകൾ നടന്നിരിക്കുന്നത്. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെയാണ് ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്ത് മെമ്പർഷിപ്പ് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ആദ്യം എടുക്കുന്ന ഒരു പ്രതിജ്ഞയുണ്ട്. പാർട്ടി കമ്മിറ്റിയിൽ ഒരിക്കലും കളവ് പറയില്ല. ചെയ്തത് മുഴുവൻ പാർട്ടി കമ്മിറ്റി കളവാണ് പറഞ്ഞത്. അത് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. എക്സാലോജിക്ക് കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് ആ കമ്പനി ഉണ്ടാക്കാൻ AKG സെന്റർ അഡ്രസ് കൊടുത്തത് ഇവൻ പാർട്ടി സെക്രട്ടറി ആയിരിക്കുന്ന ഘട്ടത്തിൽ ഇയാളുടെ അനുമതിയിലാണ് മകൾക്ക് ആ അഡ്രസ് കൊടുത്തത്. അല്ലാണ്ട് ഒരിക്കലും ഒരു കാരണവശാലും അത് എഴുതില്ല. അത്രയും വലിയൊരു ക്രൈം ചെയ്തിട്ട് ഇത്രയും വർഷങ്ങളായിട്ട് പോലും അതിന്റെ പേരിൽ പാർട്ടി ഇയാളോട് വിശദീകരണം ചോദിക്കുവോ, അതിന്റെ പേരിൽ പാർട്ടി നടപടിയെടുത്ത് പുറത്താക്കുകയോ വിചാരിക്കുക. ആ പാർട്ടി അതിന്റെ ലീഡർഷിപ്പ് എന്ത് പ്രതീക്ഷിക്കാനാണ് വേണം? എന്ത് പ്രതീക്ഷിക്കാനാ? ഒരു മണ്ണാങ്കട്ടയും പ്രതീക്ഷിക്കാനില്ല. അപ്പൊ ഇത്രയും ഗുരുതരമായിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് സാമൂഹ്യവും രാഷ്ട്രീയവും സാംസ്കാരികവുമായ മേഖലയിൽ ധാർമ്മികതയിൽ ഈ ഒരു പാർട്ടിയെ ഇത്രമേൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്ന ഒരാള് അയാളെ ഇനി എന്താന്ന് പറഞ്ഞാൽ അയാളെ രക്ഷിക്കാൻ പാർട്ടി നടത്തുന്ന ഏത് ശ്രമവും എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ ആ പാർട്ടിക്ക് ഒന്നും തിരിച്ചുപിടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് ആ പാർട്ടി എത്തിക്കുന്നവരാണ്. പക്ഷെ അയാളെ സംരക്ഷിക്കാനുള്ള എല്ലാ ശ്രമവും ഇയാളെ ഇതിനകത്ത് നിലനിർത്താനുള്ള ഓരോ ശ്രമവും സംഘപരിവാറിന്റെ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതെന്തിനാണെന്ന് പറഞ്ഞാൽ ഈ ഉള്ള പാർട്ടിയും കൂടി നശിക്കണം എന്നുള്ളതാണ്.
അല്ല, AKG സെന്ററിന്റെ ഉദ്ഘാടന വേളയിൽ, പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിൽ MABPനെ മാറ്റി നിർത്തി പിണറായി വിജയൻ തന്നെ മുൻകൈ എടുത്തത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായി. മകളുടെ പേരിലുള്ളതാണല്ലോ. മകളുടെ ഓഫീസ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനമായിരുന്നു അന്ന് നടന്നത്. അതെ 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 അപ്പൊ പിന്നെ അദ്ദേഹം തന്നെയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്. അദ്ദേഹം തന്നെയാണ് ചെയ്യേണ്ടത്. അവിടെ അത്രയും ഭീകരമായ ഒരു ദുരന്ത അധ്യായമാണ് വാസ്തവത്തില് പിന്നെ ഈ കേരളത്തിനകത്ത് ഇയാള് അടിച്ചേൽപ്പിച്ചത് എന്നുള്ളതാണ്. ഇത് ഇനിയും എന്താന്ന് പറയാ, ഇനിയും ഇതുപോലുണ്ടായിരിക്കുന്ന ഒട്ടനവധി മാരകമായ തീവെട്ടിക്കൊള്ളകളുടെ പിന്നെ കഥകൾ, അല്ലെങ്കിൽ വസ്തുതകൾ ഇതേപോലെ ഇനിയും തകട്ടി പുറത്തേക്ക് വരും. ജനങ്ങൾക്കുള്ളത് വരുന്നുണ്ട്, പക്ഷെ ഇടിക്കുള്ള തെളിവുകളായിട്ടില്ല എന്ന് തോന്നുന്നു. അല്ലെങ്കിൽ സാറ് പറഞ്ഞതുപോലെ സംഘപരിവാറിന്റെ ഏറ്റവും വലിയ ഭക്തനാണ് ഇദ്ദേഹം എന്ന് നമുക്ക് ഉറപ്പിക്കേണ്ടി വരും. അല്ല, അതുകൊണ്ടാണ് ഇയാളെ എന്ത് ചെയ്ത ഒരു ആക്ഷൻ എടുത്തിട്ട് ഒരു പ്രവൃത്തി ചെയ്തിട്ട് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് പൂർത്തീകരിക്കാത്തത്. ഹേമ നിയമലംഘനം നടന്നിരിക്കുന്നു, കേന്ദ്ര ഏജൻസികളെ വിഡ്ഢിയാക്കിയിരിക്കുന്നു, എത്രത്തോളം തെളിവുകൾ പുറത്തു വരും, മാധ്യമങ്ങൾ പോലും വിടുന്നു. നീതിക്ക് പര്യാപ്തമാകുന്നില്ലെന്ന് പറയുന്നിടത്താണ് അത്തരത്തിലൊരു സംശയം കൂടുതലും ശക്തമാകുന്നത്. അതാണ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.